ഹലോ, എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഭംഗിയില്ല, എൻ്റെ ഫേസൊന്നും ഫ്രണ്ടിൽ വന്നില്ല. പിന്നെ എനിക്കതൊന്നും എഴുതി കാണിക്കാനായിട്ട് അതിലൊന്നും എഴുതി കാണിക്കാനുണ്ടായില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് വന്നേ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിന് ആദ്യം ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്ന ആണല്ലോ ആ വീഡിയോയ്ക്കകത്തുള്ളത്, വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് മനസ്സിലാക്കിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട്, നമുക്ക് പരിചയമുള്ള യൂട്യൂബ് ആരും എനിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തല്ല ഈ തമ്പനിയിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല തമ്പനിയിൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ എൻ്റെ തമ്പനിയിൽ കണ്ടിട്ടല്ലേ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എന്നാണെന്നറിയാമോ, അത് അവർ ഉദ്ദേശിക്കുന്നത് ആ കവർ ഫോട്ടോയുടെ കാര്യമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ല അങ്ങനെയല്ല, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് അവിടെ കൊടുക്കുന്നതല്ലേ, ഇത് സംഭവം വേറെയാണെന്നൊക്കെ വിചാരിച്ചു. കുറേ സമയം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസ് കണ്ടപ്പോഴൊന്നും ആരും തമ്പനയിൽ എന്ന് പറയുന്നുണ്ട്, പക്ഷേ അതെന്നാന്നുള്ളത് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവനാണ് പറഞ്ഞത്, എക്സാമ്പിൾ സഹിതം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു കിലുക്കം ഫിലിം, അപ്പോൾ ആ ഫിലിം നമ്മളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ എഴുതി കാണിക്കുമ്പോഴത്തേക്കിന് അതിൽ അഭിനയിച്ച രേവതി, മോഹൻലാൽ, ജഗതി അങ്ങനെയൊക്കെ ഉള്ളവരും, പിന്നെ അതിൻ്റെ അകത്തെ ഏതെങ്കിലും ഒരു ക്ലിപ്പും, പിന്നെ കിലുക്കം എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റിങ്. അപ്പം അട്രാക്റ്റ് തോന്നാൻ വേണ്ടിയിട്ട്, സംഭവം ഇതാണെന്ന് തോന്നാൻ വേണ്ടി ആ സ്ക്രീനിൽ കാണുന്ന ഒരു സംഭവമാണ് ഉണ്ടല്ലോ, അതാണ് ഈ തമ്പനയിൽ എന്ന് പറഞ്ഞത് കേട്ടോ. എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ചിരിച്ചു പോയി കേട്ടോ. കാരണം അത്ര ഫൂളായിരുന്നല്ലോ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞാനിപ്പോൾ ആകെപ്പാടെ 2 വീഡിയോ ലോങ് ആയിട്ടുള്ളത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയത്തില്ല. അപ്പോൾ എന്നെപ്പോലെ തന്നെ പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും, ചിലർക്കൊക്കെ അറിയായിരിക്കും. പക്ഷേ എന്നെപ്പോലെയുള്ള മന്ദബുദ്ധികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുക. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ തുടങ്ങാൻ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ഇത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അത് തമ്പനയിൽ എന്നാന്ന് ഞാൻ പഠിച്ചു. എന്നിട്ട് എത്ര ദിവസത്തെ ഉറക്കമായെൻ്റെ പോയെ. ഞാൻ എന്നിട്ട് വിചാരിച്ചു, ഇതാണ് ഈ തമ്പനയിൽ നിന്ന് കണ്ടുപിടിച്ച് അവരെ ഒന്ന് ശരിയാക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. അല്ലേ പിന്നെ അതിന് എന്നാ പേരായിടുന്നേ, തമ്പനയിൽ തന്നെ അല്ലേ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ അകത്ത് സത്യം. അപ്പോൾ ഞാൻ കുറേ ഷോർട്സ് അതിൻ്റെ അകത്ത് ഇട്ട് കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ആകെപ്പാടെ 2 ലോങ് വീഡിയോസ് ഇട്ടു, ബാക്കിയൊക്കെ ഷോർട്സ് ആയിട്ടേ. അതെന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹമായിരുന്നു ഒത്തിരി നാളായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് എപ്പോഴെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എടുത്ത കുറച്ച് ഷോർട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഈ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാനത് ഒന്ന് മാറ്റി എൻ്റെ ഫേസ് ആദ്യം കാണുന്ന രീതിയിൽ അത് ഞാൻ ആക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ തിരുത്തി. അപ്പോൾ നിങ്ങൾക്കും പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളുകൾക്ക് എന്നെങ്കിലും പ്രയോജനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഈ വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കോ കേട്ടോ. കാരണം എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും അതൊരു പ്രയോജനമാകും. അപ്പോൾ നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാലല്ലേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാനൊക്കത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഒത്തിരി വർഷമായിട്ട് ആഗ്രഹിച്ച് ഇരുന്നൊരു കാര്യമാണ് കേട്ടോ, യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളത്.
അപ്പോൾ തമ്പനയിൽ എന്നാന്നുള്ളത് എല്ലാവർക്കും ഒന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും പ്രയോജനമാവുമെന്നേ, കാരണം ഒരു പുതിയ ഇൻഫർമേഷനിൽ ഞാൻ തരുന്നത് എൻ്റെ മന്ദബുദ്ധിത്തരത്തിൽ എനിക്ക് പറ്റി അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ ആ പ്രവാസിയുടെ വീഡിയോ ഇട്ടപ്പം അതും ആ പുള്ളിക്കാരൻ കണ്ടു കേട്ടോ. എന്നിട്ട് സംസാരിച്ചു, അതും നല്ലതായെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലായ അമ്പിളി DXB എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കും കേട്ടോ. ആ ലോങ് വീഡിയോസ് രണ്ടും അല്ലാത്ത ഷോർട്സും കേട്ടോന്നേ. അപ്പോൾ ഇനി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടും കേട്ടോ, ഉറപ്പാണ്.